ഒരു ഗ്യാപ്പിന് ശേഷം ഓറിയോ മോളിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ട സർപ്രൈസാണ് ക്യൂരിയോസിറ്റി കിഡ്സ്. ഇവിടെ കിഡ്സിനുള്ള പല ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അവർ ഓർഗനൈസ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ കാണുന്നത് കുട്ടികൾക്കുള്ള ഇവിടേക്കുള്ള പാസ്പോർട്ടാണ്. ഇതിൽ അവർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള സ്റ്റാമ്പ്സും ഗിഫ്റ്റൊക്കെ കിട്ടുമെന്നാണ് ഇപ്പോൾ അവരെന്നെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ടിക്കറ്റിന് അതേ ക്യാഷ് അതുപോലെ ആയിട്ടുള്ളൊരു ക്യാഷ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വേണം നമ്മളിതിനകത്ത് പോയിട്ട് ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇതിനകത്ത് ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അതിന് പക്ഷേ ഒരു കാർഡ് തന്നിട്ടുണ്ട്. അത് നമ്മൾ റീചാർജ് ചെയ്യണം. നമ്മൾ ആദ്യം പോയത് അവളുടെ ഫേവററ്റ് ടാംപൊലീനാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ കളിച്ചു. പിന്നെ ജാൻവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളത്തിൽ കളിക്കാനാണ്. അതിന് മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അവിടെ ഒരു റെയിൻ കോട്ട് അവൈലബിൾ ആയിരുന്നു. നമ്മൾ പാതി കളിച്ച് കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെ ഉള്ളത് അറിഞ്ഞത്. അപ്പോഴേക്കും അവൾ മാക്സിമം അവളുടെ കയ്യിലെ ബാൻഡൊക്കെ നനഞ്ഞു പോയായിരുന്നു. അങ്ങനെ കുറേ നേരം കളിച്ചു. അപ്പോൾ എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്പീച്ച് തെറാപ്പിക്ക് പോകാനുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 hours മിനിമം 3 hours നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി വരുന്ന അവേഴ്സ് നമുക്ക് പിന്നീട് വരുമ്പോൾ എടുക്കാം. പക്ഷേ എൻട്രി ഫീ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വലിയൊരു ബിസി ബോർഡ് ഉണ്ടായിരുന്നു. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. എസ്പെഷ്യലി അവിടെ ഒരു യെസ് ഓർ നോ ബട്ടൺസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു അവൾ കൂടുതൽ നേരം കളിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഒരു സാൻഡ് പിറ്റ് പോലെ ഇതിൽ കളർഫുള്ളായിട്ട് ഒരുപാട് സ്റ്റോൺ വെച്ച് പിറ്റിനകത്ത് പോയിട്ട് അവൾ കുറേ കളിച്ചു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്റ്റോൺസ് അവളെ ഡ്രസ്സിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പേടിയും കൂടാതെ വലിഞ്ഞു കയറിയ ജാൻവിനെയാണ്. പിന്നെ അവിടെ നിന്ന് ഒഴുകാൻ വേണ്ടി പുള്ളിക്കാരിക്ക് പേടി. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. പക്ഷേ അവളത് വയ്ക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, പേടിച്ച് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഒഴുകുന്ന സാധനമാണ്, സ്ലൈഡാണ്. അതുകൊണ്ട് അവൾക്ക് പേടി. അപ്പോൾ ആ പോയ പയ്യൻ അവളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ കൊച്ച് അവളെ മടിയിലിരുത്തിക്കൊണ്ട് താഴോട്ട് വന്നു. കാരണം അവൾ പേടിച്ചിരിക്കാൻ ഇപ്പോൾ ഇറങ്ങാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ വന്ന വഴി ഇറങ്ങുന്നത് റിസ്ക് ആയതുകൊണ്ട് അത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ടായിരുന്നു. ജാൻവി അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല കേട്ടാ. പിന്നെ നമ്മൾ വന്നത് ഇവിടുത്തെ ലൈബ്രറി സെക്ഷനിലാണ്. ഒരുപാട് ക്യൂട്ടായിട്ടും ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജാൻവിക്ക് ബുക്സ് റീഡിങ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇത് കണ്ട് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് അവൾക്ക് എവിടെ നിന്ന് പുസ്തകം എടുക്കണം എന്നറിയാതെ പല ഒരു 5 മിനിറ്റ് കൊണ്ട് 5-8 പുസ്തകം അവളെടുത്ത് വായിക്കാൻ നോക്കിട്ടോ. ജാൻവി 3 വയസ്സുള്ള മുതൽ ശരിക്കും വായിക്കാൻ തുടങ്ങി. ഒരു പുതിയ വാക്കാണെങ്കിൽ കൂടി അവൾക്ക് ഫോണറ്റിക്സിൽ ഒരുപാട് നോളജ് ഉള്ളതുകൊണ്ട് അവൾ അത് കൂട്ടി വായിക്കാറുണ്ട് കേട്ടോ. Don't worry, I'll take care of it. I promise I water it. I will. This is called I will. I will. A month. Okay. In the night of the moon, a little egg laid of the moon. No background music. I will try to read.
Janu, read it. My Sunday Dad. Monica, Mama Mm. and out to the out. ജാൻവി ഇപ്പോൾ വായിക്കുന്ന പുസ്തകം അവളുടെ ഫേവററ്റ് സ്റ്റോറിയാണ് കേട്ടോ, വെരി ഹംഗ്രി കാറ്റർപില്ലർ. അതുകൊണ്ടാണ് അതിലെ ടി വിയിൽ കണ്ട ഒരു കഥ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എക്സ്പ്രഷനും എല്ലാം ഇട്ടുകൊണ്ട് വായിക്കുന്നത്. ഇനി ഞങ്ങൾ ഒന്ന് നോക്കാൻ പോയത് അതിന് മുകളിലാണ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീൻ കേട്ടോ. ക്യാൻറ്റീനോ കഫേന്നൊക്കെ പറയാം. പതുക്കെ സ്ലോ ഡൗൺ. You have to match. Okay. What just happened? Loading. See, wait for. Wait. You'll see your photo. So. Oh, color it. This is my Janvi. Color it. Choose color. Color. Some color. Tap. അപ്പോൾ ആ ടാബ് ശരിക്കും വർക്കാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവളുടെ ക്ഷമ നശിച്ചു. Is it this for drawing on the wall? How much for that? 50. This money, right? Take it. Jati, let's draw on the wall. വീട്ടിലെ ചുമര് ഒന്നും ഒഴിയാതെ വരയ്ക്കുന്ന ആളാണ്. ഇവിടെ സൗകര്യം കിട്ടിയിട്ട് അവൾക്ക് വരയ്ക്കണ്ട. അപ്പോൾ ഇതൊരു മാജിക്കാണ് കേട്ടോ ശരിക്കും. അവൾക്കൊരു പെയിൻറ്റിങ് കൊടുത്തു, ഒരു പ്രിൻ്റ് ഔട്ട് ഒരു ഫിഷിനെ. അവളത് കളർ ചെയ്തിട്ട് പിന്നീട് അവരത് സ്കാൻ ചെയ്തിട്ട് അവിടെ ഒരു വലിയ മോണിറ്ററിൽ ശരിക്കും കാണിക്കും, ഒരു ജീവനുള്ള അതായത് ഒരു മൂവിങ് ആനിമേറ്റഡ് ആയിട്ട് കാണിക്കും. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അവൾക്ക് അറിയില്ല കേട്ടോ അതെന്താ ശരിക്കും നടക്കാൻ പോകുന്നത്. അവൾ മാക്സ് കിട്ടിയ ആ സ്കെച്ച് പെൻ വെച്ചിട്ടുള്ള എല്ലാ കളറും ആ ഫിഷിന് കൊടുത്തു. Janvi, come here. Take it. Janvi, keep it here. Wait. Cheta will do it. Now press this button. But press that button. Janvi's fish. Janvi's fish. Oh my God. Janvi's fish is floating. Wow, Janvi. എത്ര വട്ടം നമ്മളത് റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് അത്രയും തവണ വീണ്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേഗം വിട്ടു. ഇപ്പം തന്നെ സമയമായി. ശരിക്കും ഇവിടെ ഫുൾ ഡേ ടിക്കറ്റ് ഉണ്ട്. അത് ശരിക്കും വേണം കേട്ടോ കുട്ടികൾക്ക്. നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് തന്നെ പോവാം, അല്ലെങ്കിൽ അവിടെ വാങ്ങിക്കാനും കിട്ടും. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് കാമായിട്ട് കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പറ്റിയൊരു ഇടമാണ് കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂരിലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് വേറെ അറിയില്ല, ഒന്നുകിൽ തീർച്ചയായിട്ടും